ഐക്യം പറയുന്ന എസ്വൈഎസ്. പലസ്തീൻ രാജ്യം വെട്ടിമുറിച്ച് ബാക്കിയുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ബാക്കിയുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇസ്രായേലിന്റെ ക്രൂരമായ പീഡനങ്ങളേറ്റു പിടയുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എസ്വൈഎസ് വേങ്ങരയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തി. വേങ്ങര താഴെയങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റാലി ബിസ്മി ജംഗ്ഷൻ പരിസരത്ത് സമാപിച്ചു. പട്ടിണിക്കിട്ട് മനുഷ്യരെ കൊല്ലുന്ന ഇസ്രായേൽ ലോകരാഷ്ട്രങ്ങൾക്ക് അപമാനമാണെന്നും ഫലസ്തീനുവേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്നും റാലി ആഹ്വാനം ചെയ്തു. ഈ 2 വർഷത്തിനിടയിൽ ഫലസ്തീനിന്റെ മണ്ണിൽ മരിച്ചു വീണത്. അംഗവിച്ഛേദനം ചെയ്യപ്പെട്ടവർ ലക്ഷക്കണക്കിന് വരുമെന്ന യാഥാർത്ഥ്യത്തെ കൂടി ഇതിനോട് നാം ചേർത്ത് വായിക്കണം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായി മരിച്ചു വീഴുന്ന ഏതൊരു മനുഷ്യരും എത്ര ദയനീയമായിട്ടാണ് ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കണ്ണുനട്ടുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന സന്ദേശവുമായി ഗ്ലോബൽ സമൂഹ സഭയുടെ നേതൃത്വത്തിൽ 44 രാഷ്ട്രങ്ങളിലെ കാരുണ്യ പ്രവർത്തകർ ജീവകാരുണ്യ മേഖലയിൽ 40 കപ്പലുകളിലായി അവശ്യ സാധനങ്ങളും മരുന്നുകളുമായി ഇതിലേക്ക് അമേരിക്ക തങ്ങളുടെ എംബസി മാറ്റുകയാണ്. എന്തിനു വേണ്ടിയാണത്? ഇസ്രായേലിന്റെ ഭാഗമായി ജെറുസലേം വരണമെന്ന ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് അമേരിക്ക ഈ പ്രവർത്തന നേതൃത്വം നൽകുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ ഇസ്രായേലിനൊപ്പം നിന്നുകൊണ്ട് ഫലസ്തീനിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകുന്നു, ഇറാനെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുവാനെന്ന് ചോദിച്ച സമയത്ത് ഞങ്ങളുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ തീരുമാനം ഏത് സമയത്തും ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ചത്. പ്രിയപ്പെട്ടവർ, കേരള മുസ്ലിം ജമാഅത്ത്, എസ്വൈഎസ്, എസ്എസ്എഫ്, എസ്ജെഎം പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. പി കെ അബ്ദുള്ള സഖാഫി റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കെ കെ ലത്തീഫ് ഹാജി, സി കെ കോമു ഹാജി, ഹസൻ സഖാഫി വേങ്ങര, സെയ്ദ് അലവി അൽ ബുഖാരി, ജലീൽ കല്ലേങ്ങൽപ്പടി, പി എ മജീദ്, പി ഷംസുദ്ദീൻ, കെ ടി ഷാഹുൽ ഹമീദ് എന്നിവർ നേതൃത്വം നൽകി. കെ പി യൂസഫ് സഖാഫി സ്വാഗതവും എ കെ അഫ്സൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, വേങ്ങര വിഷൻ.